കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിലെ ഗുദാമിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടുത്തെ ബഷീർ ഖാനെയും റാബിയത്താനെയും ഒന്ന് പരിചയപ്പെടാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. കോഴിക്കോട് വരുന്ന ആളുകൾക്ക് ഗുജറാത്തി സ്ട്രീറ്റും അതേപോലെ ഈ ഗുദാം ആന്റിക്സ് ആൻഡ് ആർട്സ് എന്ന് പറയുന്നത് ഒരു നല്ല വൈബുള്ള സ്ഥലമായി മാറിയിട്ടുണ്ട്. ബഷീർക്ക എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് സാധനങ്ങളൊക്കെ ഭയങ്കര, അതുകൂടാതെ ഞാൻ പഴയ ഒരു തറവാട്ടിലേക്ക് ജനിച്ചത്. 6 വയസ്സ് വരെ ആ തറവാട്ടിന്റെ തലശ്ശേരിയിലാണ് തറവാട്. തറവാടിന്റെ പേരെന്താ? ബഡേക്കൻ. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട, ഇപ്പൊ ആ തറവാടൊക്കെ പൊളിച്ചു. നിങ്ങളെ തറവാട് തലശ്ശേരിയാണ്. കോഴിക്കോടേക്ക് എത്തിപ്പെടുന്നത് നിങ്ങള്? ഞാൻ തലശ്ശേരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 2 സിസ്റ്റർമാർക്കും അവരുടെ ഭർത്താക്കന്മാർക്ക് ഇവിടെയാണ് അസൈൻമെന്റ് കിട്ടിയത്. അപ്പോൾ അവരുടെ ഫാമിലി ആയിട്ട് ഇവിടെ താമസം. ആ സമയത്താണ് എൻ്റെ സിസ്റ്റർ കോഴിക്കോട് മാറിയപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ഒറ്റക്കാവുള്ളത്, എന്നെ അവരുടെ കൂടെ അയച്ച് പഠിപ്പിക്കണം എന്ന് പറയും. അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തുന്നത് 15-ാമത്തെ വയസ്സ്. പഠിച്ചതൊക്കെ ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളായിരുന്നു പഠിച്ചത്. പിന്നെ കോഴിക്കോട് ഈ 70 മുതൽ 76 വരെ കോഴിക്കോട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 76-ലാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ 2 കൊല്ലം വർക്ക് ചെയ്തു. പിന്നീട് എനിക്ക് ദുബായ് പോലീസിൽ വന്നു. പിന്നീട് ഞാൻ 18 വർഷം 78 മുതൽ 96 വരെ ദുബായ് പോലീസിലായി. അപ്പൊ 96-ന് ശേഷം പിന്നെ 8 കൊല്ലം വരെ ഞാൻ വേറൊന്നും ചെയ്യില്ല, പോലീസിൽ മാത്രം വർക്ക് ചെയ്തു. പിന്നെ എൻ്റെ ബ്രദേഴ്സും ഞാനും കൂടി ഒരു ചെറിയൊരു സ്മോൾ കച്ചവടം തുടങ്ങി. ബിസിനസ് വന്നതിൻ്റെ ശേഷം പിന്നെ ഫുൾ ട്രാവലിംഗ് ആയിരുന്നു. ഞാൻ ഫാബ്രിക് ട്രേഡർ ആയിരുന്നു. ഇന്റർനാഷണൽ ഫാബ്രിക് ഫെയറിന് ആദ്യമായിട്ട് ഞാൻ പോയത് ബെൽജിയത്തിലുള്ള ഒരു ഫെയറിലാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. പിന്നെ ആ ഒരു ട്രാവല് എനിക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് വന്നതിന് ശേഷം പിന്നെ ഫോളോഡ് ബൈ എല്ലാ ഫെയറിലും പോവുമായിരുന്നു. മർവാൻ സർവീസസ് ആയിരുന്നുള്ള പേരിലാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പം അത് മർവാൻ അലി ഫർണിച്ചർ ഫാക്ടറി, ഇറ്റ്സ് എൻ ഇൻഡസ്ട്രി ഉണ്ടാവും. ഞാൻ ഈ 60 വയസ്സായാലും അത് നിർത്തിയിട്ട് നേരെ നാട്ടിൽ വന്ന് വീട് വെച്ച് ഇവിടെ താമസം തുടങ്ങി. ഈ താമസം തുടങ്ങിയ സമയത്താണ് ഈ ബിൽഡിങ് കിട്ടിയത്. ഈ ബിൽഡിങ് കിട്ടിയതാണ് ഞാൻ എൻ്റെ പഴയ കളക്ഷൻസൊക്കെ കൊണ്ടുവന്ന് ട്രാവൽ ചെയ്തരം കളക്ട് ചെയ്തത്, അതിൻ്റെ മുമ്പിട്ട് കളക്ട് ചെയ്തത്. അപ്പൊ ഈ പഴയ സാധനങ്ങള് ശേഖരിക്കുന്ന സ്വഭാവം എന്ന് തുടങ്ങിയതാ? ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ വീട്ടിൽ തന്നെ പെണ്ണുണ്ടായിരുന്നു, എൻ്റെ വൈഫ്. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം അപ്പം ഞാൻ അറിഞ്ഞ് ഇവര് നമ്മളെ നാട്ടിൽ അറ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് തലശ്ശേരിയിൽ. അപ്പോൾ ആ അറയിൽ അവർ പുതിയ ഫർണിച്ചറൊക്കെ ഇടാൻ വേണ്ടി ഇവർ ഓർഡർ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഉമ്മാനോട് വിളിച്ചു പറഞ്ഞ്, ഉമ്മ നിങ്ങൾ അവരുടെ അടുത്ത് പുതിയ ഫർണിച്ചറൊന്നും എനിക്ക് താല്പര്യമില്ല, ഓരോ പഴയ എന്തെങ്കിലും ഇട്ടാൽ മതി. അങ്ങനെ കിട്ടിയതാണ് ഫസ്റ്റായിട്ട് കുറേ നല്ല. അതിപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ റൂമിൽ ഇരുന്ന സമയത്ത് അതന്നെ 50-60 കൊല്ലം പഴക്കമുള്ള ഫർണിച്ചറാണ്. പിത്തളൻ്റെ ബ്രാസ് ഇല്ലേ ചെയ്തിട്ടുള്ള കടഞ്ഞെടുത്ത കുറച്ച് സാധനങ്ങളെല്ലാം, അതാണ് എൻ്റെ ഫസ്റ്റ് കാച്ച്. അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റിൽ അവിടെ താമസിച്ചപ്പോൾ പിറ്റേന്ന് പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ് പോയി. ആ ഷോപ്പിൽ പോയാലാണ് എനിക്കൊരു ഗ്രാമഫോൺ കിട്ടി. ഫെബ്രുവരി 28-ന് കല്യാണം കഴിഞ്ഞ് മാർച്ച് 1-ന് അതാണ് എൻ്റെ ഫസ്റ്റ് ബൈ. എനിക്കിപ്പോൾ 2 പുരാവസ്തു കിട്ടിയത്. ഒന്ന് നമ്മളെ ഇവിടെയും കിട്ടി, അവിടെ ഇരിക്കുന്ന അതൊരു പുരാവസ്തുവാണ്. അത് അന്ന് പുരാവസ്തു അല്ലല്ലോ. അന്ന് പുരാവസ്തു അല്ല, ഇപ്പോഴേ പുരാവസ്തു അല്ല. ഇങ്ങനെയാണ് എൻ്റെ കഥ. ആദ്യമായിട്ട് നിങ്ങളപ്പോൾ ഈ കല്യാണ പിറ്റേന്ന് വാങ്ങിയ ഒരു ഗ്രാമഫോണാണ് ഈ ശേഖരത്തിലെ ഒന്നാമത്തെ നമ്പർ 1 ആയിട്ട്. ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണ്. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? അത് വർക്ക് ചെയ്യാൻ പറ്റും.
ഈ ഒരു പുരാവസ്തുവിനോടുള്ള ഒരു മൊഹബത്ത് അതെന്ന് തുടങ്ങിയതാണ്? കാരണം എൻ്റെ ബ്ലഡിലുണ്ടല്ലോ ഇത് കാണുന്നതിനുള്ള ഇത്. അത് മാത്രമല്ല, ആ ഗ്രാമഫോൺ മാത്രമല്ല ഞാൻ വാങ്ങിച്ചത്. പണ്ട് കാലത്തെ ഒരു ലൈറ്റാ അത്. അങ്ങനത്തെ ഒരു ലൈറ്റും പിന്നെ ഒരു ചുമരുമേൽ വെക്കുന്ന വേറൊരു ലൈറ്റും, അങ്ങനെ 3 സാധനങ്ങളും കൂടിയിട്ട് ഞാൻ അന്ന് 500 റുപ്യ കൊടുത്തു. 82-ല് 500 റുപ്യക്ക് 1 സെന്റ് സ്ഥലം കിട്ടും. ഇത്രയും വില പിടിച്ചിട്ട് ഈ പഴയ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും അതിനോട് അവർക്ക് എന്ത് പറയാൻ പറ്റാനാണ്? വൈഫിന്റെ വീട്ടിലല്ലേ കൊണ്ടുവന്ന്. അപ്പൊ അവർക്ക് എന്താ പറയാ, അവർക്ക് അല്ലെങ്കിൽ തന്നെ മനസ്സിലായിന് ഓരോ ഫർണിച്ചർ വേണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഇതാളൊരു പഴയ ആളാണെന്നുള്ളത്. ദുബായിൽ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ പഴയ ആന്റിക്ക് വല്ലതും വാങ്ങി? ഓ, പറയാനുണ്ട്. പിന്നീട് 82-ല് കല്യാണം കഴിച്ചിട്ട് ഷാർജയിൽ 1 ബെഡ്റൂം ഫ്ലാറ്റ് എടുത്തു. അപ്പൊ അവിടത്തേക്ക് വേണ്ട ഫർണിച്ചറുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയപ്പം ഞാൻ സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചർ വിൽക്കുന്ന ആളെടുത്ത് പോയിട്ട് പഴയ കൊളോണിയൽ സ്റ്റൈലിലുള്ള ഫർണിച്ചർ, അന്ന് മുതൽ ഇതന്നെയാണ് പണി. എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വെക്കുന്ന സാധനങ്ങളും കളക്ഷൻസൊക്കെ പഴയ സാധനങ്ങൾ മാത്രമാണ്. അത് പിന്നെ അങ്ങോട്ട് തുടർന്ന് 52-ലുള്ള ഫോട്ടോ ആണ്. ഞാൻ ജനിച്ചിട്ടില്ല. ഇത് പോക്കർ സാഹിബിന്റെ പഴയ ഫോട്ടോ ആണല്ലോ. അതെ. ഇവര് നിങ്ങളുടെ ഫാമിലി മെമ്പർ ആണോ? എൻ്റെ തറവാട്ടിലെ കാർണോറാണ്. അത് മാത്രമല്ല, ഇതാണ് എൻ്റെ വാപ്പ. എൻ്റെ വാപ്പാൻ്റെ പെങ്ങളെയാണ് പോക്കർ സാഹിബ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഫോട്ടോ വെക്കാൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂപ്പര് പണ്ട് ഉപയോഗിച്ച ഒരു ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്നു. അത് എൻ്റെ അങ്കിളിന് അന്ന് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. എനിക്ക് 10 വയസ്സുള്ളവരാണ് പോക്കർ സാഹിബ് മരിക്കുന്നത്. അതിനുശേഷം എൻ്റെ അങ്കിളുണ്ട്, മൂസക്കുട്ടി, വക്കീൽ അഡ്വക്കേറ്റ് മൂസക്കുട്ടി, കൊച്ചിയിലായി. മൂപ്പർക്ക് പോക്കർ സാഹിബ് ഇത് കൊടുത്ത് അങ്കിൾ മരിക്കുന്ന ഒരു 5 കൊല്ലം മുമ്പോട്ട് മൂപ്പർക്ക് അറിയാം ഞാൻ പഴയ സാധനങ്ങളൊക്കെ ഭയങ്കര താല്പര്യം എനിക്ക് തന്ന്. ഇത് ഒരു 110 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും. ഗാന്ധി ഫിലിം റിച്ചർഡ് ആറ്റൻബ്രോ എന്ന് പറഞ്ഞ ബ്രിട്ടീഷിൽ ബെൻ കിങ്സ്ലിയാണ് ഗാന്ധിയായിട്ട് അഭിനയിച്ചത്. അന്ന് ഈ റിച്ചർഡ് ആറ്റൻബ്രോ ഒരു കോമ്പറ്റീഷൻ കൊടുത്ത് ഒരു ഇൻവൈറ്റ് ചെയ്ത് ഗാന്ധിൻ്റെ പിക്ചർ ആരാണോ കറക്റ്റായിട്ട് പോസ്റ്റർ ഉണ്ടാക്കാൻ പറ്റും, അതിൽ പ്രൈസ് കിട്ടിയ ആളാണ് ഈ ശരത് ചന്ദ്രൻ. ഈ ശരത് ചന്ദ്രനാണ് ഗാന്ധിൻ്റെ പോസ്റ്റേഴ്സിൻ്റെ പിക്ചർ വരച്ചു കൊടുത്തത്. പോസ്റ്റർ വരച്ച ആൾക്ക് 1985-ലാണ് ഒരു കോമ്പറ്റീഷൻ, മാൾബ്രോ സിഗരറ്റിൻ്റെ പെയിൻറ്റിങ് കോമ്പറ്റീഷനിൽ ശരത് ചന്ദ്രന് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. സെക്കൻഡ് ഒരു വിൻറ്റേജ് ജൂക്ക് ബോക്സ് ആണ്, ഫസ്റ്റ് പ്രൈസ് ഒരു വിൻറ്റേജ് കാറായിരുന്നു. അപ്പൊ ശരത് ചന്ദ്രന് സെക്കൻഡ് കിട്ടിയിട്ട് അയാൾക്ക് കിട്ടിയ ഇതായിരുന്നു. ഞാൻ അയാളുടെ ഒരു എക്സിബിഷൻ നടത്താൻ വേണ്ടിയിട്ട് അയാൾ വീട്ടിൽ പോയതും കണ്ടതാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്നേരം വേണമെങ്കിൽ എന്നോട് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് എടുത്തോളാം. ഇത് കോയിൻ ഇട്ട് പാടിക്കുന്ന ജൂക്ക് ബോക്സ് എന്നാണ് ഇതിൻ്റെ പേര്. 1985-ൽ ഉണ്ടാക്കിയതാണ്. അന്ന് ഓഡിയോ CD, പണ്ട് കാലത്ത് ഈ സെയിം ജൂക്ക് ബോക്സ് വന്നിരുന്നത് ഇതുപോലത്തെ റെക്കോർഡായിരുന്നു, ചേഞ്ചർ വന്ന്. ഇത് ഓഡിയോ CD ആണ്. കാലിക്കറ്റിൽ സലാം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ ഇത് മാനുഫാക്ചർ ചെയ്ത 35 കൊല്ലം മുമ്പോട്ട് ഗിന്നീസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഗ്രാമഫോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഗിന്നീസ് ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ആൾക്കാരായിട്ട് അറിയിച്ചു. അങ്ങനെ അവർ വന്ന് നോക്കിയിട്ട് റിജക്റ്റ് ചെയ്ത് ഗിന്നീസ് ബുക്കും. അങ്ങനെ ഇയാൾ 30-35 കൊല്ലമായിട്ട് അയാൾ വീട്ടിൽ വെച്ചതായിരുന്നു. എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ ഇത് ഇവിടെ വെച്ചോന്ന്. ഈ ഗുദാം എന്ന് പറഞ്ഞ ഈ പ്ലേസ് നിങ്ങളുടെ കയ്യിലേക്ക് വന്നത് എങ്ങനെ? എൻ്റെ വൈഫിൻ്റെ ഫാദർ പണ്ട് അരി വെച്ച സ്ഥലമായിരുന്നു. ഇതൊരു പഴയ ഗുദാമായിരുന്നു. എനിക്കും ഒരു അരിക്കച്ചവടം ഉണ്ടായിരുന്നു. ആ അരിയും വെച്ചത് ഇവിടെ തന്നെയായിരുന്നു. വാപ്പ മരിച്ചപ്പോൾ ഇവർക്ക് കിട്ടിയ സ്ഥലമാണ്. അഭ്യത്താന്റെ സ്ഥലമാണത്. ഓളെ പേരിലാണ് ഈ സ്ഥലം. സാധനങ്ങളൊന്നും ഓരോന്നല്ല. ഇങ്ങനെ പഴയ സാധനങ്ങളുടെ ശേഖരണവും
അതുമായിട്ടൊരു ക്രൈസ്, ഒരു ഭ്രാന്ത് പോലെ നടക്കുന്നതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളെ വീട്ടിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായത്, തറവാട്ടിലും. ഇവരെ കൂടി എനിക്കും ഇൻട്രസ്റ്റ് വന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് അധികം പോകാറ്. അപ്പൊ ഈ സാധനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോഴേ അഭിപ്രായങ്ങളൊക്കെ പറയോ വൈഫ്? ഓക്ക് എന്താ പറയുക, ചാന്ത് ചാരിയ ചാന്ത് ഉണക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതേപോലെ ഓക്കും പിന്നീട് അത് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു. ഈ കാണുന്ന പിക്ചേഴ്സ് മുഴുവനും ഞാൻ അമേരിക്കയിലുള്ള മയാമി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ റോൾസ് റോയ്സിൻ്റെ ബുക്ക് വായിച്ചതാണ്. ഈ ബുക്ക് എനിക്ക് കിട്ടിയത് മയാമിൽ നിന്നാണ്. ഈ 20 കാറും ഏതാക്കാ വിറ്റത് എന്നുള്ള എല്ലാ ഹിസ്റ്ററിയും ഈ ബുക്കിലുണ്ട്. ഇത് റോൾസ് റോയ്സിന്റെ തുടക്കത്തിലുള്ള 20 കാറുകളുടെ ചരിത്രം. 907 മുതൽ 914 വരെയുള്ള 7 കൊല്ലത്തിൽ ഉണ്ടാക്കിയ 20 കാറിന്റെ ചിത്രങ്ങളായിരുന്നു മുഴുവൻ. അൻഷാദ് ഗുരുവായൂരാണ് ഇതിന്റെ മൊത്തം മേൽനോട്ടവും പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്നതും. പ്രശസ്തനായ ഫോട്ടോഗ്രാഫറാണ്. അൻഷാദിനെ ബഷീർക്ക എങ്ങനെയാണ് ആദ്യമായി കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും? അൻഷാദിനെ പരിചയപ്പെട്ടത് നിങ്ങളെ പരിചയപ്പെട്ട പോലെ തന്നെയാണ്. എൻ്റെ ഇവിടെ കാണാൻ വേണ്ടി വന്ന ആളായിരുന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ചപ്പോൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. ആ സമയത്താണ് പറയുന്നത് ദുബായിലുണ്ടായിരുന്ന ജോബ് ഇവരത്ര ഹാപ്പി അല്ല എന്നുള്ളത്. അങ്ങനെയാണ് തേടിയ വള്ളി കാലിൽ എന്ന് പറഞ്ഞ മകുടി. കോവിഡ് പാൻഡമിക്കിൽ ദുബായ് ഹെൽത്ത് അതോറിറ്റീൻ്റെ കൂടെ ഏകദേശം ഒരു 2.5 വർഷക്കാലം ഞാൻ വർക്ക് ചെയ്യുകയും അതിനുശേഷം എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സർജിക്കൽ സ്കാർ, റീസർജറി പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്കൊരു മെൻ്റലി എനിക്ക് ദുബായിയുടെ ക്ലൈമറ്റിനോടും ഒറ്റയ്ക്കുള്ള ഈ യാത്രകളൊക്കെ ഒരു മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. നാട്ടിൽ വന്ന സമയത്ത് ഗുദാം വിസിറ്റ് ചെയ്യുകയും കാലിക്കറ്റ് ഗുജറാത്തി സ്ട്രീറ്റിൽ വന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു റെക്കമെൻഡേഷനിലാണ് ഞാൻ ഗുദാമിലോട്ട് വരുന്നത്. ഗുദാം വിസിറ്റ് ചെയ്യുകയും അവിടെ നിന്നാണ് ബഷീർ ഖാനെ പരിചയപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു കാഷ്വലായിട്ടുള്ള ഒരു സംസാരം, ഇഷ്ടപ്പെടലും കൂടിക്കാഴ്ചകളും ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വഴിക്ക് പോയി, പുള്ളിയുടെ വഴിക്ക് പോയി. അവിടുന്ന് ഒരു 2 മാസക്കാലം കഴിഞ്ഞപ്പോഴാണ് ബഷീർക്ക് ദുബായിൽ വരികയും ഞാൻ അന്നൊരു ഇറാനി കമ്പനിയുടെ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അവിടെ വെച്ച് എന്നെ കാണുകയും നമ്മളുടെ കോൺസെപ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പുള്ളി എന്ന് അറിയുകയും ഒത്തിരി അനേകം ചുമരുകൾ പുള്ളി ഫോട്ടോഗ്രാഫി ഫ്രെയിമുകൾ വെക്കാനായി ഈ ഗുദാമിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയുകയും കൂട്ടത്തിൽ നല്ല ഒരു നമ്മുടെ ഭക്ഷണപ്രിയരായിട്ടുള്ള കാലിക്കറ്റിലുള്ള ആളുകൾക്ക് നല്ല രുചിയോട് കൂടിയിട്ട് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഭക്ഷണ കലവറ ഒരുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും അതിനകത്ത് ഈ ഒരു ഫോട്ടോഗ്രാഫി ക്ലബ് ചെയ്തിട്ട് പുള്ളി ഒരു വിൻറ്റേജ് ഫ്ലോറിലേക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും പക്ഷെ അത് നടത്തിക്കൊണ്ടു പോകാനുള്ള ആള് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ എന്നെ കുറിച്ച് പുള്ളിയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് പുള്ളി നമ്മളിലേക്ക് അടുക്കുന്നതും നമ്മൾ തമ്മിൽ ഒരു മ്യൂച്വൽ കൊളാബറേഷനിൽ ഞാൻ അതിൻ്റെ GM ആയി വരുന്നതും ഇവിടെ നമ്മളൊരു വലിയ രീതിയിലുള്ള ഒരു ഷൂട്ട് ഫ്ലോർ സെറ്റ് ചെയ്യുന്നതും പിന്നീട് നമ്മൾ ഈ ഗുദാം ആർട്ട് ഗാലറി, ആൻറ്റിക് ആൻഡ് കഫേ, അതിൽ നമ്മൾ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു വിൻറ്റേജ് ഫ്ലോറും കഫയും കൊണ്ടുവന്നിട്ട് അത് വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് അത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു വളരെ ഷോർട്ട് പീരീഡിൽ തന്നെ.